ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ എടുത്തിരിക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു 2 സവോള ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട്, ഒരു അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ 2 സവോള, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 3 സവോള എടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 തക്കാളി. ഓക്കെ, തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയാണ്. 2 കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഒരു 2 ഏലക്ക. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഓക്കെ, സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. നമുക്കിനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ചൂടായി വരാൻ വേണ്ടി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഓക്കെ, ഒന്ന് ചൂടാക്കി എടുക്കാം അടച്ചു വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം അധികം വേണ്ടവർക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നന്നായി ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് മുട്ട. അപ്പോൾ നമ്മൾ മുട്ടയുടെ മുകളിൽ കൂടെ ഒന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, മസാലയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുട്ട അതിലിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. മൊത്തത്തിലൊന്ന് മസാലയൊന്ന് മുട്ടയിലേക്ക് ഒന്ന് ചെറുതായിട്ട് മിക്സ് ഒന്ന് മൊത്തത്തിൽ ചൂടായി വരുന്നത് പോലെ ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി. അപ്പോൾ നല്ല ചപ്പാത്തിയോ നല്ല അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി.